കൊള്ളാം, നന്നായി ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളി, സൂപ്പർ. സൂപ്പറായിട്ടുണ്ട്, ആക്ഷൻസ് ഒക്കെ സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ് പടം. പക്ഷേ ഇത് തേർഡ് പാർട്ടായിരിക്കും ഇതിലും സൂപ്പറായിരിക്കുള്ളൂ. കാരണം സ്റ്റോറി കംപ്ലീറ്റ് വന്നത് അതിലാണ്, ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ വന്നത് അതിലാണ്. സ്റ്റോറി അതിലായിരിക്കും പറ്റുന്നത്. എല്ലാം സൂപ്പറായിട്ടുണ്ട്, എല്ലാം പക്ക, എല്ലാവർക്കും സൂപ്പറായിട്ട്, എല്ലാവരും സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം ചേട്ടാ, സൂപ്പറാണ്. ഞാനിപ്പോൾ ഓൾറെഡി കണ്ടിട്ട് പറയാണ്, എല്ലാവരും പറയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടൂറിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അടിപൊളിയാണ്, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടമായി. AFE വീണ്ടും ഒരു സെക്കൻഡ് നമ്മുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു അടുത്തതൊരു ഒരു ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിൽ അത് മറ്റുള്ള ഒരു അടുത്ത സിനിമ ഘട്ടത്തിലോട്ട് ഒരു മാറ്റം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു മാറ്റത്തിലോട്ട് പോവാണ്. അതായത് AI സാങ്കേതികത ഉപയോഗിച്ചിട്ട് ഒരു പുതിയൊരു ടെക്നോളജിയിലോട്ട് കടന്നു വരികയാണ്. അത് ഇന്ത്യൻ ടൂറിലാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് ഒരു പുതിയൊരു ഇതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പടം നമ്മുടെ ഒരു ഫസ്റ്റിൻ്റെ ഒരു ഗുമ്മ എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ റഹ്മാൻ്റെ നല്ലൊരു കുറവുണ്ട്. റഹ്മാൻ എൻ്റെ അനുവൃദ്ധമായിട്ടില്ല എന്ന് വെച്ചാലേ അത്ര ഒരു ഫസ്റ്റ് കാണുമ്പോൾ നമുക്കിപ്പോഴും ആ BGM കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അതായത് നല്ലൊരു പോരായ്മ തോന്നിയത്. പിന്നെ ഇൻ്റർവ്യൂവിൽ ഒരു ലാഗാണ് പടം. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് പടം നന്നായിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ട്രെയിലർ കാണിക്കുന്നു, തേർഡിൻ്റെ ട്രെയിലർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ 3 അല്ല ഇന്ത്യൻ 2 മാറിപ്പോയി. അത് ക്ലൈമാക്സിൽ ഇന്ത്യൻ 3യുടെ ഒരു ടൈലൻഡ് വന്നു. അപ്പോൾ അത് കയറി വന്നാൽ എന്തായാലും പടം ഞെരിപ്പം പടമായിട്ടുണ്ട്. അതായത് രണ്ട് കാലഘട്ടത്തിലല്ല, അതായത് ഇന്ത്യൻ 1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെയാണ് കണ്ടത്. അത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കാലഘട്ടം ആ ഒരു രീതിയിൽ വന്നിട്ട്. പക്ഷേ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നടക്കണ ശങ്കറിൻ്റെ മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ മറ്റേ മർമ്മൊക്കെ അറിഞ്ഞിട്ട് ഒരു ഫൈറ്റും കാര്യങ്ങളും. എൻ്റെ പൊന്നു അതൊക്കെ ആ BGM കൂടി വരുമ്പോൾ കിടിലിനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ടൈലൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ 3യുടെ ഒരു അനൗൺസ്മെൻറ്റ് പോലെ, അതായത് ട്രെയിലർ പോലെ ഇന്ത്യൻ 3യുടെ കാട്ടിയിട്ടുണ്ട്. ഞെരിപ്പായിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇന്ത്യൻ 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ്. മേക്കിംഗ് ആണ് കിടിലൻ സാധനം. അതായത് ശങ്കറിൻ്റെ മാജിക് അത് ഓരോ പടത്തിലും നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പടത്തിലും എടുത്ത് കാട്ടുന്നുണ്ട്. ഞാൻ ഈ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീര ഒരു മർമ്മൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ്. അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ രസം. അത് BGM കൂടി കയറി വരുമ്പോൾ കോരി തരും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഭാവമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഇതുവരെ കാണാത്ത ഒരു ശങ്കർ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രെയിംസ് ഒക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗി, ഭയങ്കര റിച്ച് ഫ്രെയിംസ് അതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ഫീലോ ഒരു ഗൂസ്ബംസോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ഇതായിപ്പോട്ട് എനിക്കൊരു പെർസെൻറ്റ് ഇഷ്ടമായില്ല. തിയേറ്ററിൽ പകുതി ഓഡിയൻസിനും എല്ലാവരും തമാശ ചിരി കളി പറഞ്ഞിരിക്കുകയാണ്. പകുതി പേര് ഫോൺ നോക്കിയിരിക്കുകയാണ്. பட்டாம்பூச்சி மச்சா உலக நாயகன் தான். ஓ ஃபைட்டர்டா, ஃபைட்டர் குன்பு ஃபைட்டர்டா. ஓ போய் காரா சட்டக்கு ஊரே ஃபைட் உலக நாயகன். என்னடா பண்ணி வச்சிருக்க மச்சா?